വെൻ യു പ്രേ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സംശയത്തോടുകൂടെ ആയിരിക്കരുത് പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിന് ചെയ്യാൻ കഴിയുമോ കഴിയുകയില്ലയോ എന്നുള്ള സംശയത്തോടെ പ്രാർത്ഥിച്ചിട്ട് യാതൊരു അർത്ഥവുമില്ല. പലപ്പോഴും നമ്മുടെ ഒരു പ്രശ്നം, നടക്കട്ടെ എന്നുള്ള നിലയിലാണ് നമ്മുടെ പ്രാർത്ഥന വരുന്നത്. ഇല്ലേ, നടന്നാൽ നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ, ബാക്കിയുള്ളതിനൊക്കെ ചിലവുണ്ടല്ലോ, പ്രാർത്ഥനയ്ക്കാണല്ലോ ചിലവില്ലാത്തത്. എന്നാൽ പിന്നെ നടക്കുന്നതിലങ്ങ് നടക്കട്ടെ. അപ്പൊ ദൈവത്തിന് കഴിയും എന്നുള്ളതാണ് ഇതിനകത്തെ പ്രത്യേകത. ദൈവം ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. ഗോഡ് ക്യാൻ ഡു എനിത്തിങ്. ദൈവത്തിന് പനി മാറ്റാൻ കഴിയുന്നത് പോലെ തന്നെ ക്യാൻസർ മാറ്റാനും പറ്റും. നമ്മൾ ചിന്തിക്കുന്നത് പനിയൊക്കെ പെട്ടെന്ന് അങ്ങ് പോകും, പക്ഷെ ക്യാൻസറൊക്കെ ആകുമ്പോഴത്തേക്ക് വലിയ പ്രയാസമാണ് ദൈവത്തിന്, ഒത്തിരി പണിയെടുക്കേണ്ടി വരും. ഇല്ലേ, അങ്ങനെയൊന്നുമില്ല. ഡോക്ടർക്ക് ഒരു പക്ഷേ ഒരു മേജർ സർജറി ചെയ്യുന്നതും ചെറിയൊരു സർജറി ചെയ്യുന്നതും നമ്മുടെ സമയവ്യത്യാസം ഉണ്ടായിരിക്കും. പക്ഷെ ദൈവത്തിന് അതിന്റെ ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് whenever you pray, when you are praying, pray with faith in God. ദൈവത്തിൽ വിശ്വാസമുള്ളവനായിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, പ്രാർത്ഥിക്കാനായിട്ട്. അല്ലാതെ എന്തെങ്കിലും സംശയിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പാടില്ല. യാക്കോബിന്റെ ലേഖനത്തിൽ അത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, സംശയിക്കുന്നവൻ കർത്താവിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കുമെന്ന് ചിന്തിക്കരുത്. യു നീഡ് ടു ഹാവ് എ സിമ്പിൾ ഫെയ്ത്ത്. ഈ ഫെയ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കാര്യമൊന്നും അല്ല. ഈ ഫെയ്ത്തിനെ നമ്മൾ ഒത്തിരി അങ്ങ് മഹത്വവൽക്കരിക്കുകയോ വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഢവൽക്കരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഫെയ്ത്ത് എന്ന് പറയുന്നത് ചില ആളുകൾക്ക് ഇങ്ങനെ ഒത്തിരി സ്ട്രെയിൻ ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നാണ് ഫെയ്ത്ത് എന്ന് ചിന്തിക്കാറുണ്ട്. അങ്ങനൊന്നുമല്ല. ഫെയ്ത്ത് എന്ന് പറയുന്നത് അങ്ങനെ, അല്ലെങ്കിൽ പഠിച്ചുണ്ടാക്കുന്നതുമല്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ 4-ാം തലത്തിലേക്ക് കയറാൻ കയ്യും കാലും ഒക്കെ യോഗ സ്റ്റേജിൽ പോയി ഇരിക്കുന്നവനും ഒന്നും അല്ല ഫെയ്ത്ത് ഉണ്ടാകുന്നത്. ചിലർ പറയുന്ന ഇവിടെ വിശ്വാസം എവിടെ ഉണ്ടാകുന്നത്, നമ്മൾ ഈ 3 മണ്ഡലങ്ങളെയും വിട്ട് 4-ാം മണ്ഡലത്തിലേക്ക് കയറുമ്പോഴാണ് നമുക്ക് ഫെയ്ത്ത് ഉണ്ടാകുന്നതൊക്കെ, 4th ഡയമെൻഷനിലേക്ക് കയറുമ്പോൾ. അങ്ങനെ 4th ഡയമെൻഷനിൽ കയറി ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നും അല്ലേ ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഈ ഫെയ്ത്ത് എന്ന് പറയുന്നത് 4-ാം മണ്ഡലത്തിലേക്ക് കയറുന്നവനല്ല കിട്ടുന്നത്, എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും ഇറങ്ങി വരുന്നവനാണ് കിട്ടുന്നത്. അതാണ് ഇതിനകത്തെ അടിസ്ഥാനപരമായ പ്രശ്നം. നമുക്ക് എന്തുകൊണ്ടാണ് ഫെയ്ത്ത് ഇല്ലാതെ വരുന്നത്? നമ്മളെല്ലാം പറയുമല്ലോ, ആന്ധ്രയിലും മധ്യപ്രദേശിലും ഒറീസയിലും ഒക്കെ പോകുമ്പോൾ ആളുകളുടെ രോഗമൊക്കെ സൗഖ്യമാകുന്നു, അവർക്കൊക്കെ ഫെയ്ത്താ. അതെന്താ, അവരെ 4-ാം മണ്ഡലത്തിൽ കയറിയിട്ടാണോ ഫെയ്ത്ത്? ആണോ? അല്ല. ഞാൻ ഇപ്രാവശ്യം ആഫ്രിക്കയിൽ നിന്നൊരു ആളെന്നെ വിളിച്ചിരിക്കുക. ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിച്ച, ഈ പാസ്റ്ററുടെ രോഗം സൗഖ്യമാകുമെന്ന് എനിക്ക് പോലും വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ പോന്നു കഴിഞ്ഞ ഉടനെ തന്നെ അവിടുന്ന് ഒരു പാസ്റ്റർ അൻഡീസ എന്ന് പറഞ്ഞ ആളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മിഷനറി സാജു, നമ്മൾ അവിടെ പോയപ്പം ഇന്നാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ, അയാൾക്ക് അത്ഭുതകരമായിട്ട് ദൈവം സൗഖ്യം കൊടുത്തു. എന്റെ കാര്യം തന്നെ, ഞാൻ രോഗശാന്തി ഫലപ്രാപ്തനായിട്ട് അങ്ങോട്ട് ചെന്ന് ഏതാണ്ട് ചെയ്തിട്ട് വല്ലതാണോ? ഒന്നുമല്ല. ഹി ഹാഡ് സിമ്പിൾ ഫെയ്ത്ത്. അവൻ ഒരു മണ്ഡലത്തിൽ നിന്ന് ഇറങ്ങി വരണ്ട. എനിക്ക് ഇറങ്ങി വരേണ്ട വലിയ പാടാ. കാര്യം ഞാൻ ഇതിന്റെ വരുമരാഴികളെ കുറിച്ച് എല്ലാം ആലോചിക്കും. എനിക്കൊരു അസുഖം ഉണ്ടാകുമ്പോഴത്തേക്ക് എനിക്കതിനെക്കുറിച്ച് നല്ല ബോധ്യമാണ്. ഇതിന്റെ പ്രശ്നങ്ങൾ എന്താണ്, ഇതിന്റെ കോൺസിക്വൻസ് എന്താണ്, അതാണ് ഇതാണ്, അതെല്ലാം കൂടെ ആലോചിച്ച് കഴിയുമ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സിമ്പിൾ ഫെയ്ത്ത് ഉണ്ടാകത്തില്ല. സിമ്പിൾ ഫെയ്ത്ത് ഉള്ളവന് മാത്രമേ വിശ്വസിച്ചിട്ട് ഈ മലയോട് മാറിപ്പോകാൻ പറയാൻ പറ്റുള്ളൂ. അതിന് 4-ാം മണ്ഡലത്തിൽ കയറേണ്ട കാര്യമൊന്നുമില്ല, സിമ്പിൾ ഫെയ്ത്ത് ഉണ്ടായാൽ മതി. അപ്പൊ ഫെയ്ത്ത് എന്ന് പറയുന്നത് ഏതെങ്കിലും മണ്ഡലത്തിലോട്ട് കയറിപ്പോകുന്നതല്ല, എല്ലാ മണ്ഡലത്തിൽ നിന്നും ഇറങ്ങി വരുന്നതാണ്. ഇവിടെയൊക്കെയാണ് അടിസ്ഥാനപരമായി നമ്മളുടെ ടീച്ചിങ്ങിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ, ആളുകളെ, അതായത് പറഞ്ഞു നിൽക്കാൻ ഭയങ്കര എളുപ്പമാണല്ലോ. നീ അങ്ങോട്ട് കയറാൻ നിനക്ക് പറ്റാത്തതുകൊണ്ടാണ് നിനക്ക് ഇത് കിട്ടാത്തതൊക്കെ പറയാമല്ലേ. ഇതില്ല, ഫെയ്ത്ത് എന്ന് പറയുന്നത് എപ്പോഴും വളരെ സിമ്പിളായിട്ട് ഇറങ്ങി ചെല്ലുന്ന കാര്യമാണ്. ഇപ്പൊ ഞാൻ ഈ ഒറീസയിലെ ഋതങ്കിയായി താമസിച്ച സമയത്ത് ഇതുപോലെ അനുഭവിക്കുണ്ടായി. ഒരു സ്ത്രീ 2-3 പേര് കൂടി എടുത്തുകൊണ്ട് അവിടെ വന്നു. അവിടെ പല്ലൊക്കെ അങ്ങനെ ചേർന്നിരിക്കുക, അവർ കണ്ണൊക്കെ തുറന്നിരിക്കുകയാണ്. പക്ഷേ ഷീ ഈസ് ഓൾമോസ്റ്റ് ഒരു ഡൈയിങ് സ്റ്റേജിലാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ വന്നേ? എന്നെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നതാണ്. ദൂരേന്നും കണ്ടത് കൊണ്ടുവരികയാണ്, എടുത്തുകൊണ്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പൊ എനിക്ക് തോന്നി ഇത് പ്രാർത്ഥിച്ചിട്ടൊന്നും ശരിയാണെന്ന് കേസൊന്നും അല്ല. അപ്പൊ ഞാനവിടെ താമസിക്കാൻ പോയപ്പോൾ ജോൺ മത്തായി പാസ്റ്റർ കുറച്ച് ഗ്ലൂക്കോസും ഒക്കെ തന്നു വിട്ടു. കാര്യം അവിടെ ചെന്ന് വല്ലതും കഴിക്കാൻ കിട്ടിയില്ലെങ്കിൽ ഗ്ലൂക്കോസൊക്കെ കലക്കി കുടിക്കണമെന്നൊക്കെ പറഞ്ഞ് എനിക്ക് തന്നു വിട്ടത് എന്നോടുള്ള സ്നേഹം കൊണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, ഞാൻ കുറച്ച് ഗ്ലൂക്കോസ് വെള്ളമൊക്കെ ഈ സ്ത്രീക്ക് കൊടുക്കാൻ വേണ്ടി ഗ്ലൂക്കോസിന് ഒക്കെ കലക്കി വെള്ളമൊക്കെ എടുത്ത് സ്പൂണും കൊണ്ടൊക്കെ കൊടുത്ത് അവർക്ക് കൊടുത്തപ്പോഴേ മനസ്സിലാകും അവർക്ക് വെള്ളം ഇറങ്ങുന്നില്ല. അതുകൂടെ കണ്ടതോടെ എന്റെ ഇടപാട് തീർന്നു. വെള്ളം ഇറങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കി, ഇനി ഇത് രക്ഷപ്പെടത്തില്ല. എന്ന് ഞാൻ പറഞ്ഞു, പിന്നെ ആശുപത്രി കൊണ്ടുപോകും. പക്ഷെ അവർ പറഞ്ഞത്, എന്റെ പൊന്നു സാറേ, ആശുപത്രി കൊണ്ടുപോകാനല്ല ഞങ്ങൾ വന്നത്. ഞാൻ പറഞ്ഞു, പൈസ വേണത്തിനാ, അതിനല്ല ഞങ്ങൾ വന്നത്, ഞങ്ങൾ വന്ന് പ്രാർത്ഥിക്കാനാ. ഞാൻ വെറുതെ പറഞ്ഞത് എന്താ, അതുപോലെ സംഭവിച്ചു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആശുപത്രി കൊണ്ടോ, പൈസ വേണമെങ്കിൽ തരാം. അവർ പറഞ്ഞു, ഞങ്ങൾ ആശുപത്രി പോകാൻ വന്നതല്ല, ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നത്. അപ്പൊ ഞാനെന്ത് പ്രാർത്ഥിക്കുന്നു?
അപ്പൊ എനിക്ക് അതിനേക്കാൾ വലിയ പ്രശ്നം, അന്നാണെങ്കിൽ നമുക്കിവിടെ സ്ഥലമൊന്നുമില്ല, വല്ല ഇത് ചത്തുപോയി കഴിഞ്ഞാൽ എവിടെ കൊണ്ട് കുഴിച്ചിട്ട്, അതൊക്കെ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്നത് സെമിത്തേരി എവിടാ എന്നൊക്കെ മനസ്സിലാലോചിക്കുന്നു. പിന്നെ എന്റെ ഭാഷ അവർക്ക് മനസ്സിലാകാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്കറിയത്തില്ല ശരിയാവുമെന്ന് എനിക്ക് ഒരു ബോധ്യവും ഇല്ല. ഇതേപോലെ തന്നെ ഞാൻ പ്രാർത്ഥിച്ചത്. പിന്നെ നീ എന്താന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല എന്നൊക്കെ പ്രാർത്ഥിച്ച് അവർക്കൊന്നും മനസ്സിലായില്ല. അവർ ചിന്തിച്ചത് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇപ്പോൾ തന്നെ എഴുന്നേറ്റ് വരിക എന്നൊക്കെ പറഞ്ഞെന്നൊക്കെ ആയിരിക്കും അവർ ചിന്തിക്കുന്നത്, ഒന്നും അറിയത്തൊന്നുമില്ല. അപ്പം ഞാനിതെല്ലാം പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് അങ്ങ് പോയി. 3-ാമത്തെ ദിവസം ഒരു മീറ്റിംഗ് നടക്കുകയാണ്. മീറ്റിംഗ് നടന്നപ്പോഴത്തേക്ക് ഈ മനുഷ്യൻ തന്നെ കയറി വരുന്നു. ഭർത്താവ് തന്നെ കയറി വരുന്നു. അപ്പൊ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഞാനിപ്പോഴത്തെ മുറിയിൽ ഇരിക്കുക. എന്നിട്ട് തെറി വന്നപ്പോൾ ഞാൻ ചോദിച്ചു, നിന്റെ ഭാര്യ എന്തിയേ? അവൾക്ക് എണീറ്റോ? ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് തന്നെ നമുക്ക് അറിയത്തില്ലല്ലോ. എന്നെ ചോദിച്ചു, എണീറ്റോന്നോ? അവിടെ പോയിരുന്നു ആരാധിക്കുന്നതെന്ന്. ഓൺ ദ തേർഡ് ഡേ, 2 ദിവസം 3, അതായത് മിനിഞ്ഞാന്ന് വെള്ളം ഇറങ്ങാതിരുന്ന പാർട്ടി മുന്നേ പോയിരുന്ന നല്ല അടിപൊളി ആരാധന, നമ്മുടെ ഭാഷ പറഞ്ഞാൽ അടിപൊളി ആരാധന. അപ്പൊ എന്ത് ഇതിനകത്ത് സംഭവിച്ചത്? അവരുടെ സിമ്പിൾ ഫെയ്ത്ത് ആണ്, അല്ലാതെ അവർ 4-ാം മണ്ഡലത്തിൽ കയറിയിട്ടൊന്നും അല്ല ഇതൊന്നും നടന്നു പോകുന്നു. സോ വാട്ട് ഈസ് നീഡഡ് ഈസ് സിമ്പിൾ ഫെയ്ത്ത്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നീ അത്തി ഉണങ്ങി കണ്ടപ്പോഴത്തേക്ക് ഇങ്ങനെ ചാടേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ സിമ്പിൾ ഫെയ്ത്ത് ഉള്ളവന് എന്ത് ചെയ്യും? അവൻ എന്ത് പറഞ്ഞാലും അവന് നടക്കും. സിമ്പിൾ ഫെയ്ത്ത്. അല്ലാതെ ഫെയ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ ഇരുന്ന് ഒരുക്കി ഒന്നും ഉണ്ടാക്കിയെടുക്കുന്നൊന്നുമല്ല. ഇറ്റ് ഈസ് ജസ്റ്റ് ട്രസ്റ്റിംഗ് ഇൻ ഗാഡ്. ട്രസ്റ്റിംഗ് ഇൻ ഗാഡ് മീൻസ് ട്രസ്റ്റിംഗ് ഇൻ ഗാഡ്സ് എബിലിറ്റി ആൻഡ് ഹിസ് ക്യാരക്ടർ. അവന്റെ കഴിവിലും അവന്റെ സ്വഭാവത്തിനുമുള്ള ബോധ്യമാണ് നമ്മളെ സിമ്പിൾ ഫെയ്ത്തിലേക്ക് നയിക്കുന്നത്. സിമ്പിൾ ഫെയ്ത്ത്. ആഫ്രിക്കക്കാരന്റെ കാര്യത്തിൽ അതാണ്, അവന് സിമ്പിൾ ഫെയ്ത്ത് ആണ്. ദേ ആർ സിമ്പിൾ പീപ്പിൾ. സിമ്പിൾ പീപ്പിൾ. ദൈവം നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്ന കാര്യം നമ്മൾ സിമ്പിൾ ആകണമെന്ന് ആഗ്രഹിക്കുന്നു. സിമ്പിൾ. അങ്ങനെ ആ സിമ്പിൾ ആകാനുള്ള ഒരു മാർഗമാണ്. ചിലപ്പോൾ ഞാൻ തമാശയായിട്ട് ഓർക്കുന്നുണ്ട്, അവൻ എൻ്റെ നാവിൽ ഒരു പുതിയ പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. ഈ പാട്ട് പാടുന്ന ആൾക്കാരാരാ? മോസ്റ്റ്ലി പാട്ട് പാടുന്നത്, അല്ലെങ്കിൽ പാട്ട് മനസ്സിലുള്ളവൻ. കള്ളത്തൊണ്ടേ പാടുന്നവനൊന്നുമല്ല ഞാൻ പറഞ്ഞത്. അത് പിന്നെ ആർക്കും വേണമെങ്കിലും പാടാം, അതല്ല ഞാൻ പറഞ്ഞത്. സന്തോഷമുള്ളവനും സിമ്പിളായിട്ടുള്ളവനുമാണ്. ഈ ആഫ്രിക്കൻസിന്റെ പ്രത്യേകത അതാണ്. അവൻ, എനിക്ക് അറിയാൻ മേല, ഏത് ഗ്രാമത്തിന്റെ ഉള്ളിൽ പോയി ആരെങ്കിലും ഒരു പാട്ട് മൂളിയ ഉടനെ തന്നെ 4 പാർട്സും കൂടെ 4 ഇടത്തു നിന്ന് ആൾക്കാർ പാടുന്ന കേൾക്കാം. അവൻ ഇൻസ്ട്രുമെന്റ്സും വേണ്ട, ഒന്നും വേണ്ട. എന്തോരും ആ ലെയറൊക്കെ എടുക്കുന്ന എടുപ്പ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിരണ്ടുപോകും. അവൻ സമരം ചെയ്താലും പാട്ട് പാടും. അവൻ ആൾക്കാർ മരിച്ചാലും പാട്ട് പാടും, ജീവിച്ചാലും പാട്ട് പാടും. ദേ ആർ സിമ്പിൾ പീപ്പിൾ. സിമ്പിൾ പീപ്പിളെ പാട്ട് പാടത്തുള്ളൂ. പ്രകൃതിയിൽ തന്നെ അതാ. പ്രകൃതിയിൽ പാട്ട് പാടുന്നവരാ? ഏതെങ്കിലും കടുവ പാട്ട് പാടി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സിംഹം പാട്ട് പാടി കേട്ടിട്ടുണ്ടോ? അതിനൊന്നും പാട്ട് പാടാൻ പറ്റത്തില്ല. പാട്ട് പാടാൻ പറ്റുന്ന എന്താണ്? കുയില്, വാനമ്പാടികൾ, സിമ്പിൾ ബീയിങ്സ്. അപ്പോൾ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ നമ്മൾ സിമ്പിൾ ആകണമെന്നാണ്. സിമ്പിൾ ആകുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? ഫെയ്ത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കണമെങ്കിൽ അതിന്റെ പ്രീറിക്വസിറ്റ് എന്താണെന്നറിയാമോ? നമ്മൾ സിമ്പിൾ ആകണമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ആധുനിക സമൂഹത്തിൽ ആളുകൾക്ക് ഫെയ്ത്ത് ഇല്ലാത്തത്. ആധുനിക സമൂഹത്തിൽ ആളുകൾ സിമ്പിൾ അല്ല, ആളുകൾ ഭയങ്കര കോംപ്ലക്സ് ആണ്. അവർ ഭയങ്കര കോംപ്ലക്സ് ബീയിങ്സ് ആണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് നമുക്ക് 1000 കൂട്ടം കാര്യങ്ങളുണ്ട്. നമുക്കിങ്ങനെ സിമ്പിൾ ആകാൻ പറ്റുന്നത് ഇല്ലേ? അപ്പോൾ ഇതിൽ നിന്നുള്ള ഒരു വലിയ മോചനമാണ് വാസ്തവത്തിൽ ആവശ്യം. അതാ കർത്താവ് പറയുന്നത്, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ. ശിശുക്കളുടെ പ്രത്യേകത എന്താണ്? ദേ ആർ സിമ്പിൾ. ആ സിംപ്ലിസിറ്റി അതൊരു ഭയങ്കര ഡിസിപ്ലിനാണ്. എന്താ ഡിസിപ്ലിൻ? ദ ഡിസിപ്ലിൻ ഓഫ് എ ചൈൽഡ് ഹാർട്ട്. ദ ഡിസിപ്ലിൻ ഓഫ് എ ചൈൽഡ് ഹാർട്ട്. ഡിസിപ്ലിനെ കുറിച്ചുള്ള നല്ല പുസ്തകങ്ങളിലൊന്നെന്ന് പറയുന്നത് റിച്ചാർഡ് ഫോസ്റ്ററിന്റെ സെലിബ്രേഷൻ ഓഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്ന പുസ്തകമാണ്. വേറൊരു നല്ല ബുക്ക് ഞാൻ കണ്ടത്, അത് കുറച്ചുകൂടെ ഡീപ്പാണ്. അത് ഓസ്വാൾഡ് ചേംബേഴ്സിന്റെ ക്രിസ്ത്യൻ ഡിസിപ്ലിൻ എന്ന് പറയുന്ന ബുക്കാണ്. അതിനകത്ത് ഡിസിപ്ലിൻസ് പലത് പറയുന്ന കൂട്ടത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഡിസിപ്ലിനാണ് ദ ഡിസിപ്ലിൻ ഓഫ് എ ചൈൽഡ് ഹാർട്ട്. നമ്മൾ വേദോസം വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഡിസിപ്ലിൻ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും അതാണ് ശരിക്കും പറഞ്ഞ ഡിസിപ്ലിൻ. എന്താണ്? നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയില്ല. വാട്ട് ഈസ് നീഡഡ് ഈസ് സിമ്പിൾ. വി നീഡ് ടു ബി സിമ്പിൾ ഇൻ അവർ ഹാർട്ട്. നമ്മുടെ ഹൃദയം സിമ്പിൾ ആയിരിക്കണം. അങ്ങനെ ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സംശയിക്കാതെ, യാക്കോബിന്റെ അടുത്ത് പറഞ്ഞതാണ്, സംശയിക്കാതെ അപേക്ഷിക്കാൻ പറ്റുള്ളൂ. സംശയിക്കാതെ. അത് ദൈവം കേൾക്കും, നാച്ചുറലി കേൾക്കും. അത് സംഭവിക്കുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ വലിയ എക്സൈറ്റ്മെന്റോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല. സൈർ എന്ന് പറയുന്ന ഒരു ആഫ്രിക്കൻ രാജ്യമാണ്. വളരെ പട്ടിണി കിടക്കുന്ന ഒരു രാജ്യമാണ്. അവിടെ വർക്ക് ചെയ്യുന്ന ഒരു മിഷണറിയുടെ ഒരു സ്റ്റോറി ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട്. ഒരു മിഷണറി സ്ത്രീയാണ്. അവരെ ഒരു പിള്ളേരെ എടുത്ത് വളർത്തുന്ന ഒരു പ്രസ്ഥാനമാണ് നടത്തുന്നത്. ഒത്തിരി പിള്ളേരുണ്ട്. ആ പിള്ളേരെല്ലാം ഇവരെ വിളിക്കുന്നത് മമ്മി എന്നാണ് വിളിക്കുന്നത്, അമ്മ എന്നാണ് വിളിക്കുന്നത്.
അനാഥരായ പിള്ളേരൊക്കെ ഇവരെ സ്വീകരിക്കുന്നത് കൊണ്ട് പല സമയത്തും സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഒത്തിരി അനാഥ പിള്ളേരെ വഴി നിന്നൊക്കെ കിട്ടും. നമ്മുടെ അമ്മത്തൊട്ടിൽ പോലെയൊക്കെ ഉള്ള ഇതെല്ലാം കിട്ടും. ഒരു ദിവസം ഇവർ നോക്കിയപ്പോഴത്തേക്ക് ഇവരുടെ മിഷൻ ഹോമിന്റെ മുമ്പിൽ ഒരു സ്ത്രീ മരിച്ചു കിടക്കുക. പക്ഷെ അപ്പോൾ ജനിച്ച ഒരു കുഞ്ഞ് അതിനടുത്ത് തന്നെ ആ ശവത്തിന്റെ മുല കുടിച്ച് കിടക്കുകയാണ്. ആൻഡ് ഓൾസോ അതിന്റെ മൂത്ത ഒരു കൊച്ച്, 2 വയസ്സുള്ള ഒരു കൊച്ച് ഭയങ്കര കരച്ചിലും. അതിനെന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്തോ നടന്നെന്നുള്ളത്. അപ്പൊ ഇവരെന്ത് ചെയ്തു, പെട്ടെന്ന് കുഞ്ഞിനെ എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് ഇപ്പൊ ജനിച്ച കുഞ്ഞാണ്. സൈർ എന്ന് പറയുന്ന ഒരു പട്ടണി രാജ്യമാണ്. ഈ ആഫ്രിക്കയിലെ പല കൺട്രീസിനും അങ്ങനെയുള്ള പ്രോബ്ലമാണ്. അപ്പൊ ഇവർ പറഞ്ഞ അവർ എഴുതിയ ഒരു കാര്യമാണ്, അവിടെ നടന്നൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ഇവർ പെട്ടെന്ന് ഈ കുഞ്ഞിനെ എടുത്തു. പക്ഷേ ഇതിന് ശരിക്കും ഒരു പ്രീമച്ചുവർ കൊച്ചു പോലുള്ള ഒരു കൊച്ചാണ്. അപ്പൊ ഇതിനെ ഇടാനായിട്ട് അല്ലെങ്കിൽ ഇതിനെ ചൂട് കൊടുക്കാനായിട്ട് അവർക്കൊരു ഹോട്ട് വാട്ടർ ബാഗ് വേണം. പക്ഷെ ഇവരുടെ കയ്യിൽ ഒരു ഹോട്ട് വാട്ടർ ബാഗ് ഇല്ല. എന്ന് തന്നെയല്ല, ഈ കൊച്ചു കിടന്ന് ഭയങ്കര കരച്ചില്ല. അപ്പം ഇവർ ചിന്തിച്ചു എന്തോ ചെയ്യാനാ, നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ ഉദാഹരണം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, കാറിന്റെ കീ അകത്തിട്ടേച്ച് പോയ പോലെ. വേറെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് അവരെന്ത് ചെയ്തു, പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. ഒരു കുഞ്ഞുങ്ങളെല്ലാം വിളിച്ചു വരുത്തി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പൊ ഒരു കൊച്ചിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ. ഒരു കൊച്ചാ. അവൾ പ്രാർത്ഥിച്ചു, ദൈവമേ ഈ കുഞ്ഞിന്റെ കാര്യം നീ മനസ്സിലാക്കിയല്ലോ. മമ്മ പറയുന്നത് ഈ കുഞ്ഞിന് ഹോട്ട് വാട്ടർ ബാഗ് കിട്ടിയില്ലെങ്കിൽ കൊച്ചു മരിച്ചു പോകുന്ന. പക്ഷെ ഹോട്ട് വാട്ടർ ബാഗ് ഇവിടെ ഇല്ലല്ലോ. അത് വാങ്ങിക്കാനൊന്നും കിട്ടത്തില്ല. സൈഡിൽ അതൊന്നും വാങ്ങിക്കാനൊന്നും കിട്ടത്തൊന്നുമില്ല. അത് കടയിൽ പോയി വാങ്ങിക്കാൻ പറ്റുന്ന ഒരു കാര്യമൊന്നും അല്ല. അപ്പൊ അതുകൊണ്ട് ഈ കുഞ്ഞ് രക്ഷപ്പെടുമെന്ന് അവർക്ക് യാതൊരു ബോധ്യവുമില്ല. അപ്പൊ ആ സമയത്താണ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് നീ ഒരു ഹോട്ട് വാട്ടർ ബാഗ് ഞങ്ങൾക്ക് തരണേ. അത് കൊടുത്തോ ഇപ്പൊ തന്നെ തരണേ, പിന്നെ കിട്ടിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. കൊച്ചു പ്രാർത്ഥിക്കുക, അത് കൊടുത്തോ ഇപ്പൊ തന്നെ തരണേ, ഈ പിന്നെ കിട്ടിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. പിന്നെ അത് കൊടുത്തു വിടുന്ന കൂട്ടത്തില് ഇതിന് മൂത്ത കൊച്ചു ഭയങ്കര കരച്ചിലാ, കർത്താവേ അതിനൊരു പാവയെ കൂടെ തന്നു വിടണേ. ഓക്കെ, കൊച്ചു പ്രാർത്ഥിച്ച. ഇവര് പറഞ്ഞത്, ഇവര് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു കൊറിയർ സർവീസുകാരൻ വന്നിട്ട് പറഞ്ഞു ഇവരുടെ പേരില് ഒരു വലിയ പാഴ്സൽ വന്ന് കിടപ്പണമെന്ന് പറഞ്ഞു. അപ്പൊ ഇവർ പറഞ്ഞത് നോർമലി പാഴ്സൽ അവിടെ വരുന്നത് ഇവർ ഓർഡർ ചെയ്യുന്ന മെഡിസിൻസ് ആണ്. മെഡിസിൻ അവിടെ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് സൈഡിൽ മെഡിസിൻസ് ഒന്നും അവിടെ. അതുകൊണ്ട് ഇവർ ഓർഡർ ചെയ്യുന്ന മെഡിസിൻസ് ആണ് സാധാരണ രീതിയിൽ വരുന്നത്. അല്ലാതെ അവർക്കൊരു പാഴ്സൽ അവിടെ വരുന്നതേ ഇല്ല. അത് തന്നെയല്ല, ഒരു പാഴ്സൽ ഉണ്ടെങ്കിൽ 6 months എങ്കിലും എടുക്കും. കാർഗോയിൽ ഇപ്പോഴത്തെ കാലമല്ല, പണ്ടത്തെ കാലമല്ലേ. കാർഗോയിൽ ഇത് കയറ്റി വിട്ട് കഴിഞ്ഞാൽ 6 months എങ്കിലും എടുക്കും. ഇവരൊന്നും ഓർഡർ ചെയ്തില്ല. പിന്നെന്തോ വരാനാ കാർഗോയിൽ വരാനെന്ന് ആലോചിച്ച് അവർ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് ലണ്ടനിലെ ഒരു സൺഡേ സ്കൂൾ കുട്ടികള് ഇവർക്ക് വേണ്ടി കളക്ട് ചെയ്ത സാധനങ്ങൾ 6 മാസം മുമ്പ് കയറ്റി വിട്ടതാണ്. 6 months മുമ്പായിട്ട് കയറ്റി വിട്ടതാണ്. അപ്പൊ ഈ പാഴ്സൽ ഇവർ അറിഞ്ഞുപോലും ഇല്ല. കാര്യം ഇത് പെയ്ഡായിട്ട് കയറ്റി വിട്ടത്. ഇവരോട് ഇത് പറഞ്ഞൊന്നുമില്ല. ഇവരുടെ അഡ്രസ്സിൽ ഈ സൺഡേ സ്കൂള് നിന്ന് കയറ്റി വിട്ടതാണ്. അപ്പൊ ഈ പാഴ്സൽ വന്നപ്പോൾ പിള്ളേരോട് പറഞ്ഞു, മമ്മി ഓപ്പൺ ഇറ്റ്, അതിനകത്ത് മിക്കവാറും ഹോട്ട് വാട്ടർ ബാഗ് കാണും. ഉടനെ സൺഡേ സ്കൂൾ പിള്ളേർ കയറ്റി വിട്ടതിനകത്ത് എങ്ങനെയാ ഹോട്ട് വാട്ടർ ബാഗ് കാണുന്നത്? നോർമലി ഡ്രസ്സൊക്കെ ആയിരിക്കും കാണാൻ സാധ്യതയുള്ളൂ, വേറെ ഒന്നും കാണാൻ സാധ്യതയില്ല. പക്ഷെ ഇവര് തുറന്നു നോക്കിയപ്പോൾ കൈയിട്ടപ്പോൾ ആദ്യം കിട്ടുന്ന ഒരു ഹോട്ട് വാട്ടർ ബാഗാ. എന്തോ വീട്ടിലെ സാധനങ്ങളൊക്കെ കയറ്റിയിട്ട കൂട്ടത്തിൽ എന്തുകൊണ്ടുണ്ടായിരുന്നു ഒരു ഹോട്ട് വാട്ടർ ബാഗ്. അപ്പോൾ ആ കുഞ്ഞിന് ആവശ്യമുള്ള സാധനം അതായിരുന്നുകൊണ്ട് അവർക്ക് ആ ഹോട്ട് വാട്ടർ ബാഗ് കിട്ടി. ഉടനെ പ്രാർത്ഥിച്ച വെച്ച് പറയാം, മമ്മി ഹോട്ട് വാട്ടർ ബാഗ് കിട്ടിയാൽ അതിന്റെ കൂടെ പാവയും കാണും. ഇവർ നോക്കിയതുപോലെ ആ കരയുന്ന കുഞ്ഞിനൊരു പാവയും അതിനകത്തുണ്ടായിരുന്നു. ദാറ്റ് ഈസ് സിമ്പിൾ ഫെയ്ത്ത്. ആ കൊച്ചു ഏത് മണ്ഡലത്തിൽ കയറിയിട്ടാണ് ഇത് പ്രാർത്ഥിച്ചത്? ആ കൊച്ചിന് ഹോട്ട് വാട്ടർ ബാഗ് ആദ്യമായിട്ടായിരിക്കും കൊച്ചു കാണുന്നത്. അതിന് സ്വപ്നം കാണണമെങ്കിലും അതിന്റെ കളർ കാണണമെങ്കിലും ഒക്കെ എന്തൊരു പ്രയാസമായി പോയി. അതാകെ പറഞ്ഞത് മമ്മി പറയുന്നു ഇത് ജീവിക്കണമെങ്കിൽ ഹോട്ട് വാട്ടർ ബാഗ് വേണമെന്ന് നീ കൊടുക്കണം. ഇത്രേ ഉള്ളൂ. ദിസ് ഇസ് സിമ്പിൾ ഫെയ്ത്ത്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഇതിനെ ഒത്തിരി നമ്മൾ ഗൂഢമാക്കാനായിട്ട് പാടില്ല. വേദപുസ്തകത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. നമ്മൾ ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്ത് നശിപ്പിക്കുകയാണ്. ഇതിനെ ആവശ്യമില്ലാതെ അതും ഇതും പറഞ്ഞ് എന്ത് കാര്യത്തിന്. ഇറ്റ് ഈസ് സോ സിമ്പിൾ. ഇത് മനസ്സിലാക്കാൻ എന്താ പാട്? ഇത് മനസ്സിലാക്കാൻ പാടുണ്ടാകുന്നതാണ് നമ്മുടെ പ്രശ്നം. ഇത് നമുക്ക് മനസ്സിലാകാത്തത് എന്തുകൊണ്ടാണ്? ഞാനും മാത്യു പറഞ്ഞപ്പോഴത്തെ കാര്യം പറഞ്ഞുകൊണ്ട്, കർത്താവേ ഇത് നീ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് ഞാൻ നിനക്ക് സ്തോത്രം ചെയ്തു പറഞ്ഞ് കർത്താവ് സന്തോഷിക്കുന്ന ഒരു സ്റ്റേജ്. മാത്യു പറഞ്ഞത് അതാ. ഞങ്ങളൊരു സ്ഥലത്തെ കാര്യം പറഞ്ഞതാണ്. ഒരു സ്ഥലത്ത് നമ്മൾ PhD കാരും MTC കാരും ഒക്കെ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് ഞാനൊരു മെസ്സേജ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ കാര്യമൊന്നും അവരെ സ്പർശിച്ചില്ല. ഞാൻ എംഫസൈസ് ചെയ്യാതിരുന്ന ഒരു കാര്യം അത് അത്ര വലിയ കാര്യം അത് എല്ലാവരും പ്രസംഗിക്കുന്ന കാര്യമാണ്. ഞാൻ കാര്യമായിട്ട് പറഞ്ഞില്ല. ആ മെസ്സേജിനകത്ത് ആ ഭാഗം വായിക്കുന്നവരെല്ലാം എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പൊ ഞാൻ എല്ലാവരും പറയുന്ന കാര്യങ്ങൾ പിന്നെ എന്തിനാ പറയുന്നത് വെച്ചാൽ അത് പറഞ്ഞില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എംഫസൈസ് ചെയ്തില്ല. പക്ഷെ they were all emphasizing that. കാര്യം അതല്ലാതെ അവരുടെ മനസ്സിൽ വേറെ ഒന്നും കയറത്തില്ല. അത് ആർക്കേ കയറത്തുള്ളൂ? ബുദ്ധി ഇല്ലാത്തവർക്കേ ഇത് കയറത്തുള്ളൂ. സിമ്പിൾ പീപ്പിൾ.
സോ വാട്ട് ഈസ് നീഡഡ് ഈസ് സിമ്പിൾ ഇൻ അവർ ഹാർട്ട്. നമ്മുടെ ഹൃദയം. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? വളരെ ഫെയ്ത്തോടുകൂടെ, വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് കഴിയുന്നത്.